തരുന്നത് ഇതുപോലെ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, show that the equations x plus 2y minus z is equal to 3, 3x minus y plus 2z is equal to 1, 2x minus 2y plus 3z is equal to 2, and x minus y plus z is equal to minus 1 are consistent. And solve them. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടും വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതണം അല്ലേ? കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എക്സ് വൈ ഇസഡിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് എഴുതാം. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. ബി എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റ് വെച്ചിട്ട് എഴുതുന്നതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അടുത്തത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അൺനോൺസ് എക്സ് വൈ ഇസഡ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എക്സ് വൈ ഇസഡിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ട എന്താണ്? ഓഗുമെന്റഡ് മെട്രിക്സ്. അടുത്തതായിട്ട് നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതണം. അപ്പോൾ ഓഗുമെന്റഡ് മെട്രിക്സ് എന്താണ്? എ ബി. എയും ബിയും കൂടെ ചേർത്ത് എഴുതുന്നതാണ് നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മെട്രിക്സ് ഇവിടെ എന്ത് വരും? 1 2 minus 1 3, 3 minus 1 2 1, 2 minus 2 3, 2 1 minus 1 1 minus 1. ഓർക്കുക, ഓഗുമെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു കോളം ആയിട്ട് എടുത്ത് എഴുതുന്നതാണ്, അല്ലാണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതല്ല. അത് എപ്പോഴും ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? റോ ഓപ്പറേഷൻ വഴി ഈ ഓഗുമെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്യാം? റോ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആദ്യം R2 gives R2 minus 3R1. ഇത് നമ്മൾ സെയിം റാങ്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണോ പഠിച്ച അതേ കാര്യം തന്നെയാണ് ചെയ്യാനുള്ളത്, അതിൽ ഒരു മാറ്റവും ഇല്ല. അടുത്ത R3 gives R3 minus 2R1, R4 gives R4 minus R1. ഓക്കെ, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? 1 2 minus 1 3, 0 minus 7 5 minus 8, 0 minus 6 5 minus 4, 0 minus 3 2 minus 4. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? ഈ -7 വെച്ചിട്ട് അതിന് താഴോട്ടുള്ള വാല്യൂസ് 0 ആക്കണം അല്ലെ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? R3 gives 7 R3 minus 6 R2. രണ്ട് ഡിഫറെന്റ് വാല്യൂസ്, അതായത് 6ന്റെ കൂടെ 7 അല്ലെങ്കിൽ നമുക്ക് 7നെ ഇപ്പൊ 6 ആക്കി മാറ്റാനായിട്ട് ഒരു വഴിയില്ല, 6നെ 7 ആക്കി മാറ്റാനായിട്ട് ഒരു വഴിയുമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? രണ്ട് ഡിഫറെന്റ് വാല്യൂസ് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ രണ്ട് സൈനും മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അടുത്തത് നമുക്ക് R4 gives 7R4 minus 3R2.
ഇതെന്ത് വരും? 1 2 minus 1 3 0 minus 7 5 minus 8 0 0 5 20. അടുത്ത റോ എന്ന് പറയുന്നത് 0 0 minus 1 minus 4. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 യൂസ് ചെയ്ത് അതിൻ്റെ താഴോട്ടുള്ള വാല്യൂ 0 ആക്കണം അല്ലേ? ഞാനത് ഇങ്ങോട്ടേക്ക് എഴുതാം. ഇവിടെ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എന്താ വരിക? R4 gives നമുക്ക് R3 പ്ലസ് 5R4 ചെയ്യാം. R3 പ്ലസ് 5R4 ചെയ്യുമ്പോൾ എന്താ വരിക? ആദ്യത്തെ റോയിനൊന്നും ഒരു ചേഞ്ചും വരത്തില്ല. 0 minus 7 5 minus 8 0 0 5 20. അടുത്ത എന്താവും? ലാസ്റ്റ് റോ മൊത്തം 0 ആയി അല്ലേ? ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കേ, ഈ ലാസ്റ്റ് കോളം മാറ്റിക്കഴിഞ്ഞാൽ അതെന്താ? നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ? ലാസ്റ്റ് കോളം മാറ്റിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ എ ബി എഴുതിയതിന് ശേഷം അതിന്റെ ലാസ്റ്റ് കോളം മാത്രം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് റാങ്ക് ഓഫ് എ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട. എ ബിന്റെ റാങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം ലാസ്റ്റ് കോളത്തിനെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് എ കിട്ടും. അപ്പൊ ലാസ്റ്റ് കോളം, ഈ ലാസ്റ്റ് കോളം ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്കത് എന്തായിട്ട് മാറും? എ ആവും. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആവും. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് റാങ്ക് ഓഫ് എ എഴുതാം. ഇപ്പൊ റാങ്ക് ഓഫ് എ, റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലെ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആഫ്റ്റർ റോ ഓപ്പറേഷൻ. അതായത് റോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്യും. ആ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്തതിന് ശേഷം അതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, മൊത്തം 0 അല്ലാത്ത എത്ര റോ ഉണ്ട്, അതാണ് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 3 ആണ്. അപ്പൊ റാങ്ക് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്തുകൂടെ നോക്കണം? നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നതും ഇവിടെ 3 ആണ്. കാരണം നമ്പർ ഓഫ് അൺനോൺസ് XYZ ആണ്. നമ്പർ ഓഫ് അൺനോൺസും എന്താണ്? 3 ആണ്. അപ്പം റാങ്ക് ഓഫ് എ, റാങ്ക് ഓഫ് എ ബി, നമ്പർ ഓഫ് അൺനോൺസ് എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. System is consistent and has unique solution. എന്താണ്? യുണീക് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ യുണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ യുണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് AX is equal to B എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? AX is equal to B എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ്. ഇനി ഈ എയും ബിയും നമ്മൾ ആദ്യത്തെ മെട്രിക്സിന്റെ എടുക്കരുത്. ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതി അതിന്റെ ഡയഗണൽ എലമെന്റ്സിന് താഴോട്ടുള്ളത് 0 ആക്കി. അതായത് ഫൈനലി ഈ കിട്ടിയ മെട്രിക്സിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? എയും ബിയും എല്ലാം എഴുതാനുള്ളത്. ഓക്കെ, ഈ കിട്ടിയ മെട്രിക്സിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? നമ്മുടെ എയും ബിയും എല്ലാം എഴുതാനുള്ളത്. അപ്പോ എ എന്ന് പറയുന്നത് എന്ത് വരും? 1 2 minus 1 0 minus 7 5 0 0 5 into എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അൺനോൺസ് XY Z. ബി എന്ന് പറയുന്നത് എന്താണ്? 3 minus 8 20. ഇത്രയും വന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഇക്വേഷൻ ആക്കി എഴുതാം. ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ 1 into x
plus 2 into y minus z is equal to 3. അടുത്ത minus 7y plus 5z is equal to minus 8. 5z is equal to 20. അപ്പോൾ 5z is equal to 20 ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇസഡിന്റെ വാല്യൂ എന്ത് പറയാം? 20/5. 20/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 എന്ന് കിട്ടി. അപ്പൊ ഇസഡിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി ഇത് മേലത്തെ ഇക്വേഷനിൽ കൊടുത്തേ. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ -7y plus 5 into 4 is equal to -8. അപ്പോൾ -7y plus 20 is equal to -8. അപ്പോൾ -7y is equal to -8 minus 20. -7y is equal to -28. y is equal to -28 by -7 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ വൈയുടെ വാല്യൂ കിട്ടി, ഇസഡിന്റെ വാല്യൂ കിട്ടി. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് അത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 4 മൈനസ് 4 ഈസ് ഈക്വൽ ടു 3. എക്സ് പ്ലസ് 8 മൈനസ് 4 ഈസ് ഈക്വൽ ടു 3. എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 3. ഇവിടെ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? x is equal to 3 minus 4 is equal to -1. x ന്റെ വാല്യൂ -1 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് സൊല്യൂഷൻ ആണുള്ളത്? യുണീക് സൊല്യൂഷൻ. ഇപ്പൊ നമ്മുടെ യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് വരും? യുണീക് സൊല്യൂഷൻ x is equal to -1, 4 and 4. അപ്പോൾ ഇവിടെ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ എന്ത് വന്നത്? യുണീക് സൊല്യൂഷൻ വന്നത്.